ദേ കണ്ടോ, ഇന്നൊരു പൂണ ചിക്കനുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പൂണ ചിക്കനെ ഒരു പഞ്ചാബി ഡിഷാണ് കേട്ടോ. വളരെ എളുപ്പം ഉണ്ടാക്കാനായിട്ട്. അതിനാകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 1 കിലോ ചിക്കനിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും സാധനം. പിന്നെ നമ്മുടെ തൈരുണ്ടല്ലോ, യോഗട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. ആ വീഡിയോ അത്ര ക്ലിയർ അല്ലല്ലേ, കാണാൻ പറ്റണില്ല. ഞാൻ ആ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴേ അത് ശരിയായില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇത് കാണിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്തിട്ടാണ് കാണിക്കാത്തത്. ഒരു നാരങ്ങയുടെ നീരും ഒഴിച്ചു. പിന്നെ ഇത്തിരി കേടും ഒക്കെ, ഒരു 2 ടേബിൾ സ്പൂൺ കേടും ഉപ്പും, ഇത്രയും സംഭവങ്ങൾ നല്ലതുപോലെ പുരട്ടി വെക്കണേ. ചിക്കനിലോട്ട് നല്ലപോലെ കൈകൊണ്ട് തന്നെ പുരട്ടി ഇതുപോലെ ഒന്ന് വെക്കണം. ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതാണ്. 3-4 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൂണ മസാല ഒന്നും ഉണ്ടാക്കണ്ടേ. അതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലി ഇട്ടിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, കുറച്ച് ഏലക്കായ ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടു, പിന്നെ പെരുംജീരകം ഒരു 2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞ് സ്പൂണിന് നല്ല ജീരകം, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, 5-6 ഗ്രാമ്പൂ. ഇത്രയും സാധനങ്ങളൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണേ. ഒരുപാട് അങ്ങനെ ഫ്രൈ ചെയ്യുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പൊടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചൂടായാൽ മതി. ജസ്റ്റ് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്ന തവയുണ്ടല്ലോ, തവയിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും കൂടെ, ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഒന്ന് ഇതുപോലൊന്ന് ഫ്രൈ. പൂണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈ എന്നാണ് അതിൻ്റെ അർത്ഥം. പഞ്ചാബി ഡിഷാണല്ലോ, അപ്പോൾ അതിൻ്റെ മീനിങ് തന്നെ അങ്ങനെയാണ്, ഫ്രൈ എന്നാണ്. അപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചിട്ട് കൊടുക്കുക ചെയ്ത്, ഒരുമിച്ചൊന്ന് ഫ്രൈ ചെയ്ത് ഇതുപോലെ ഒന്ന് എടുത്താൽ മതി. ആ വെള്ളം, വേവുന്ന വെള്ളം ഉണ്ടല്ലോ, ഒന്ന് വേവിച്ചെടുക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നുള്ളൂ. അതൊന്ന് വറ്റി വരണം, അത്രേ ഉള്ളൂ. അതേ സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 2 സവാള ഉണ്ട്, 2 മീഡിയം സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണേ, അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് കൊടുത്തു, അതും ചേർത്തിട്ടുണ്ടേ. ഉപ്പിട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന, ജൂലിയൻ പോലെ അരിയത്തില്ലേ, അങ്ങനെ അരിഞ്ഞിരിക്കുന്നത്. 2 സവാളയുണ്ട്, അത് കൊത്തി അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത്രയും സാധനങ്ങൾ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് വേണം നമുക്ക് തക്കാളിയൊക്കെ ചേർക്കാനായിട്ട്. അത് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മുളക് പൊടികളെല്ലാം ചേർക്കുവാണ്. ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല, നമ്മൾ ഓൾറെഡി മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം മുളക് പൊടി ചേർത്തു. നമ്മൾ പുരട്ടി വെച്ചിട്ടുകൊണ്ട് 2 ടീസ്പൂൺ മുളക് പൊടി വെച്ചിട്ടാണ് ചിക്കനിൽ പുരട്ടി വെച്ചിരുന്നത്. അപ്പോൾ അതായത് ഇതിനകത്തോട് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തു. പിന്നെ ഇത് കണ്ട് 3 തക്കാളികളുണ്ട്. 3 തക്കാളി ചെറുതായിട്ട് കൊത്തി കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. ഇനി മിക്സിയിൽ അടിച്ച് ചേർത്താലും മതി കേട്ടോ, എങ്ങനെയായാലും കുഴപ്പമില്ല. അതും ചേർത്തു. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റുക. നന്നായി വഴറ്റി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ശാലം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ, അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കുക. ഇനി കുറച്ച് കേടും കൂടെ ചേർക്കണം. യോഗട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. കേട് പുളിയില്ലാത്ത തൈര് ചേർത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ യോഗട്ടാണ് ചേർത്തത്. ആദ്യം നമ്മൾ പുരട്ടി വെക്കാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തായിരുന്നു. ഇനിയും ഒരു 2 ടേബിൾ സ്പൂണോളം കേട് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വീഡിയോ ഒരു സൈഡിലോട്ടായി പോയി അല്ലേ, അല്ലാതെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അതാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നത്. കാരണം പല വീഡിയോസിലും പൂണ ചിക്കൻ വറക്കാതെയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പക്ഷെ വറുത്തിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുക കേട്ടോ. മല്ലിയില ചേർത്തോളുക, നന്നായിട്ട് മിക്സ് ചെയ്യണം. കേട് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുകയും ചെയ്തോളൂ. ഇതുപോലെ നന്നായിട്ട് വരട്ടിയെടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, അതല്ല കുറച്ച് ഗ്രേവിയോട് കൂടിയാണെങ്കിൽ അങ്ങനെയും ആവാം. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ച് വറ്റിച്ച് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ചിക്കൻ്റെ ഒരു ഭയങ്കര വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ലതുപോലെ 2-3 പ്രാവശ്യം ഞാൻ അടച്ച് വെച്ചു. ഒരു ശാലം ഫ്രൈയല്ലേ നമ്മൾ ചെയ്തുള്ളൂ, അപ്പം ഇതൊന്ന് വേവിച്ചെടുക്കണമല്ലോ ചിക്കൻ. അപ്പോൾ അതുകൊണ്ട് 2-3 പ്രാവശ്യം അടച്ച് വെച്ച് വേവിച്ച് മിക്സ് ചെയ്തെടുത്തു കേട്ടോ.
അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഒരു സൂപ്പർ ചിക്കൻ എന്താ പറയുക ഗ്രേവി, നിറയെ ഗ്രേവിയുള്ളൊരു ചിക്കൻ കറിയാണ്. പൂണ ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ, പൂണ ചിക്കൻ. അതിൻ്റെ ആ പൂണ മസാലയാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. മസാല തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഉണ്ടാക്കുന്ന ചിക്കൻ പോലെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഉടനെ വരും. അതുവരേക്കും ബൈ ബൈ.